നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് മനോരോഗങ്ങളും സാമൂഹിക പ്രശ്നങ്ങളും എന്നുള്ളൊരു വിഷയമാണ്. ഈ വിഷയം ചർച്ചയിനായി നമ്മോടൊപ്പം ഉള്ളത് ബിഹേവിയറൽ സൈക്കോളജിസ്റ്റായ ഡോക്ടർ റോബിൻ മാത്യു ആണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം ഡോക്ടർ. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. സർ, നമുക്കറിയാം ഈ മനോരോഗങ്ങളുമായി ബാധിച്ച് ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. പലരും അത് ചികിത്സിക്കുന്നവരുണ്ട്, ചികിത്സിക്കാതെ നെഗ്ലക്റ്റ് ചെയ്യുന്നവരുണ്ട്, കുറച്ച് ആൾക്കാരൊക്കെ ചികിത്സിക്കാനുള്ളൊരു സാഹചര്യമില്ലാത്ത ആൾക്കാരുമുണ്ട്. നമ്മുടെ സാമൂഹിക പ്രശ്നങ്ങൾ നമുക്കറിയാം ഇപ്പോൾ വളരെ കോമ്പറ്റേറ്റീവായിട്ടുള്ള ഒരു ഫീൽഡിൽ കൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത്. ചെറിയ കുട്ടികളടക്കം വളരെയധികം പ്രഷറിലൂടെയാണ് അവർ മുന്നോട്ട് ജീവിക്കുന്നതും. ഈവൻ ഒരു നല്ല രീതിയിൽ ജീവിക്കണമെങ്കിൽ വളരെ നല്ലൊരു സ്ട്രെയിൻ എടുത്താൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ എന്നുള്ളൊരു സിറ്റുവേഷനാണ്. നമ്മുടെ സാമൂഹിക അവസ്ഥ ഈ മനോരോഗങ്ങൾ സൃഷ്ടിക്കുന്നതിൽ എത്രത്തോളം പ്രാധാന്യം നൽകുന്നുണ്ട്? മനോരോഗങ്ങളെക്കുറിച്ച് നമ്മുടെ നാട്ടിലൊരു പുറംതിരിഞ്ഞ സമീപനമാണ് പൊതുവേ ഉള്ളത്. അതായത് മനോരോഗങ്ങളെ ഒരു രോഗമായി കണക്കാക്കാൻ ഇന്നുവരെ നമ്മുടെ സമൂഹം ആ ഒരു പക്വത ആർജിച്ചിട്ടില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒന്നാമത് തന്നെ മനോരോഗങ്ങളിന് ഒരു ആധ്യാത്മിക തലം, അല്ലെ ഒരു ഫിലസോഫിക്കലായിട്ടുള്ള, അതായത് തത്വശാസ്ത്രപരമായിട്ടുള്ളൊരു തലം നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതൊരു രോഗമാണ്, രോഗത്തിൻ്റെ അവസ്ഥയാണ്. ഇപ്പം എൻ്റെ ശരീരത്തിൽ ബ്ലഡ് ഷുഗർ കൂടി അല്ലെ കുറഞ്ഞു, അതെന്ന് പറയുന്നത് വേറൊരു എക്സ്റ്റേണൽ ശക്തി കൊണ്ടുണ്ടായതാണെന്ന് ആരും കരുതില്ല. അത് നമ്മുടെ ശരീരത്തിൽ തന്നെ സംഭവിക്കുന്ന ഹോർമോണലായിട്ടുള്ള ഒരു പ്രശ്നം കൊണ്ട് സംഭവിക്കുന്നതാണ്. അതുപോലെ തന്നെ മനോരോഗങ്ങളും അങ്ങനെ തന്നെ നമ്മുടെ ബയോഫിസിക്കൽ ചേഞ്ച്, ഏറ്റവും നിസ്സാരമായിട്ട് പറഞ്ഞാൽ ലേമൻസ് അപ്രോച്ച്, ബ്രെയിനിലുണ്ടാകുന്ന കെമിക്കൽ ചേഞ്ച് കൊണ്ടാണ് ഈ രോഗങ്ങൾ ഉണ്ടാകുന്നത് എന്ന് വിശ്വസിക്കുന്ന തലത്തിലേക്ക് എത്തിയാലേ നമുക്ക് മനോരോഗങ്ങളെ ഒരു രോഗമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ സമൂഹത്തിലിപ്പം ഇത് വളരെ അന്ധവിശ്വാസ ജടിലമായ പല കാര്യങ്ങൾ കൊണ്ട് ഒരു മൂടുപടം തീർത്തിരിക്കുന്നൊരവസ്ഥയിലാണ് മനോരോഗങ്ങൾ കണക്കാക്കുന്നത്. ഒരു കുടുംബത്തിൽ മനോരോഗ ബാധിതനായിട്ടുള്ളൊരു വ്യക്തി ഉണ്ടെങ്കിൽ ഒരിക്കലും നേരെ മനഃശാസ്ത്രജ്ഞനടുത്തോട്ടോ, അതായത് സൈക്കാട്രിസ്റ്റിനടുത്തോട്ടോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനടുത്തോട്ടോ കൊണ്ടുപോകുന്ന ഒരു രീതി നമുക്കില്ല. നമ്മൾ പ്രധാനമായി ചെയ്യുന്നത് മറ്റെന്തെങ്കിലും വഴി, കാരണം ഒരു അഡ്മിറ്റ് ചെയ്യാൻ മടിയാണ്, ഇതൊരു രോഗമാണ് എന്ന് അഡ്മിറ്റ് ചെയ്യാൻ മടിയുള്ളത് കൊണ്ട് തന്നെ മറ്റുള്ള പലതരത്തിലുള്ള ചികിത്സാ രീതി എന്ന് പോലും പറയാൻ പറ്റില്ല. ഈ പറഞ്ഞ പോലെ മന്ത്രവാദം, അല്ലെങ്കിൽ ഈ പറഞ്ഞ റിലീജിയസ് ആയിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ആചാരങ്ങൾ, ഇങ്ങനെയുള്ള ഇതിലേക്ക് നമ്മൾ പോവുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഏറ്റവും ആദ്യം ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതൊരു ബയോഫിസിക്കലാണ്. ഇത് വേറൊന്നുമല്ല. മനോരോഗം എന്ന് പറയുന്ന മൈൻഡ് എന്ന് പറയുന്ന ഒരു ആബ്സ്ട്രാക്റ്റ് സാധനമാണ്. ശരിക്കും എന്താണ്? ബ്രെയിനിൻ്റെ കോഗ്നിറ്റീവ് ഫങ്ഷൻസ്, അതായത് ഇമോഷൻസ്, മെമ്മറി, അല്ലെങ്കിൽ ലേണിംഗ്, ഇങ്ങനെയുള്ള സാധനങ്ങളിലുണ്ടാകുന്ന കെമിക്കൽ ചേഞ്ച് ആയിട്ട് മാത്രം കരുതി ഇതൊരു ബയോഫിസിക്കൽ രോഗമാണ്, രോഗമായിട്ട് മാത്രം കണക്കാക്കുക. പലപ്പോഴും ഈ മനോരോഗികൾ അല്ലെങ്കിൽ ചെറുതായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ ഇവന് വട്ടാണ് അല്ലെങ്കിൽ ഇവന് പിരി ലൂസാണ് എന്ന് പറഞ്ഞ് വളരെ ഒരു തമാശയോടെ നെഗ്ലക്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ പലപ്പോഴും കാണാറ്. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ഓഫീസിലോ സ്കൂളിലോ ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അടുത്തുള്ള ആൾക്കാരോ സുഹൃത്തുക്കളുടെ റിലേറ്റീവ്സോ ഒക്കെ ആവുന്ന രീതിയിൽ ചെറിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന ആൾക്കാരുമായിട്ടൊക്കെ പലപ്പോഴും എല്ലാവരും തന്നെ ജീവിതത്തിൽ പല സമയങ്ങളിൽ അവരുമായിട്ട് ഇടപഴകാറുണ്ട്. പലപ്പോഴും ഇത്തരം ചെറിയ രീതിയിലുള്ള മനോരോഗമുള്ള ആൾക്കാർ ഇവന് പിരിലൂസാണ് അല്ലെങ്കിൽ ഇവന് മോശപ്പെട്ടവനാണ് എന്ന് കരുതി, അല്ലെങ്കിൽ അത്തരം അദ്ദേഹം ഒരു തീരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ നെഗ്ലക്റ്റ് ചെയ്യപ്പെടുകയും അല്ലെങ്കിൽ അദ്ദേഹം ഒന്നും കൊള്ളാത്തവനാണ് എന്ന് ചിത്രീകരിക്കപ്പെട്ട് നെഗ്ലക്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ കാണപ്പെടുന്നു. പക്ഷേ ഇപ്പോൾ ഒരു ഹൃദ്രോഗം വന്നു കഴിഞ്ഞാൽ പലപ്പോഴും അദ്ദേഹത്തിനോട് സിമ്പതി തോന്നാറുണ്ട്. പക്ഷേ ഈ മനോരോഗികളോട് സിമ്പതി പലപ്പോഴും കാണാറില്ല. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ പല മനോരോഗികളും ഇപ്പോൾ നമ്മുടെ പൊതുസ്ഥലത്ത് കാണാറുണ്ട്. ഈവൻ സമൂഹം അവരെ വളരെ ദേഷ്യത്തോടു കൂടിയും ആണ് ഇത്തരം ആൾക്കാരെ നമ്മൾ കാണപ്പെടുന്നവരും ഇത്തരം ആൾക്കാരെ ഉപദ്രവിക്കുന്ന സിറ്റുവേഷൻസ് പോലും പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരം സിറ്റുവേഷൻ എന്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ഉണ്ടാകും? അത് പ്രധാനമായിട്ടും മനോരോഗങ്ങളെപ്പറ്റി നമുക്ക് ശാസ്ത്രീയമായ ഒരു അവബോധം ഇല്ലാത്തതുകൊണ്ടാണ്. ഒരു നോൺ സയൻറ്റിഫിക് വേ ആണ് നമ്മുടെ പല കാര്യങ്ങളും നമ്മളെ നയിക്കുന്നത്. ശാസ്ത്രീയമായിട്ട് ഇതിനെ കാണുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ക്യാൻസർ വന്ന ഒരു രോഗിയെ സമൂഹത്തിൽ നിഷ്കാസിതനാക്കുന്നില്ല, അല്ലെങ്കിൽ എന്താ പറയുക, ഹൃദ്രോഗം വന്ന ഒരാൾ, അല്ലെങ്കിൽ കൈ മുറിക്കപ്പെട്ടത്, ഡയബറ്റീസ്, ഇതൊന്നും ആൾക്കാർക്ക് പ്രശ്നമല്ല. ഈവൻ പകരുന്ന രോഗമാണെങ്കിൽ പോലും ആ പകരുന്ന അവസ്ഥയിൽ മാത്രം ഐസൊലേറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ശാപമായിട്ട്, മനോരോഗം എന്ന് പറയുന്നത് മറ്റെന്തൊക്കെയോ ഇതിൻ്റെ ഫലമായിട്ടുണ്ടായ ശാപം കൊണ്ടാണ് ഇത് അനുഭവിക്കേണ്ടി വന്നത്. അതുകൊണ്ട് ആ ശാപഗ്രസ്തനായ വ്യക്തിയെ ഇവിടുന്ന് മാറ്റി നിർത്തുക,
ഇല്ലെങ്കിൽ ആ വ്യക്തി സമൂഹത്തിന് ശാപം ഉണ്ടാവും എന്നുള്ളൊരു ചിന്തയിൽ അങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ ഇതിൽ ഏറ്റവും കൂടുതൽ സ്റ്റിഗ്മ വന്നത്. അതുകൊണ്ട് മറ്റേത് രോഗത്തെക്കാട്ടിലും ഈ രോഗിക്കാണ് സിമ്പതി വേണ്ടതും കെയർ വേണ്ടതും. പക്ഷേ വളരെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ മനോരോഗികളോടുള്ള നമ്മുടെ സമീപനം അങ്ങേയറ്റത്തെ അപലപനീയമായിട്ടുള്ള ഒരു രീതിയാണ്. തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്കറിയാം, നമ്മളൊരു കാർ റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ ഒന്നെങ്കിൽ ആ കാറിന് എന്തെങ്കിലും ഒരു കേടുപാടുണ്ടാക്കിയിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും നല്ല രീതിയിലൊരു ബോർഡോ അല്ലെങ്കിൽ ഒരു മതിലിൽ ഒരു നല്ല രീതിയിലുള്ള ഒരു പെയിൻറ്റിങ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 2 ദിവസത്തിനകത്ത് അതിനകത്ത് ഏതെങ്കിലും രീതിയിലുള്ള കേടുപാടുകൾ ചില ആൾക്കാർ, ഈവൻ നമ്മുടെ പബ്ലിക് പ്ലേസിൽ നല്ല ട്രെയിനുകളുണ്ടെങ്കിൽ അതിനകത്ത് മോശം വയ്ക്കും. ഈവൻ ബസ്സുകളിൽ എന്തെങ്കിലും ഒരു സീറ്റ് വലിച്ചു കീറുക, അവിടെ ഇരിക്കുന്ന സീറ്റ് വലിച്ചു കീറുക, അല്ലെന്നുണ്ടെങ്കിൽ പോകുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും കീറി വരയ്ക്കുക. ഈവൻ പബ്ലിക് തിയേറ്റേഴ്സിൽ പോലും, നല്ല രീതിയിലുള്ള തിയേറ്റേഴ്സ് ഇപ്പോൾ നമുക്ക് കേരളത്തിൽ അവൈലബിൾ ആണ്. പലപ്പോഴും പോയി ഇരുന്ന് കഴിഞ്ഞാൽ കാണുന്നത് ആ സീറ്റ് ഒരു ബ്ലൈഡ് കൊണ്ടോ ഒക്കെ വലിച്ച് കീറിയിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് കാണപ്പെടുന്നു. ഈ ആൻറ്റി സോഷ്യൽ ബിഹേവിയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അത് എത്രത്തോളം ഇത്തരം സിറ്റുവേഷൻസിൽ നമുക്ക് കാണാൻ സാധിക്കും? ഈ ആൻറ്റി സോഷ്യൽ ബിഹേവിയർ എന്ന് പറയുന്നത് ഇപ്പം ചെറുപ്പത്തിലെ കുട്ടികളിലെ എടുക്കുകയാണെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു സ്വഭാവ വിഷയത്തിനാണ് ആൻറ്റി സോഷ്യൽ ബിഹേവിയർ. അതായത് സ്വഭാവ വൈകല്യം അല്ലെങ്കിൽ സ്വഭാവ ദൂഷ്യം എന്ന് നമ്മൾ ഏറ്റവും പ്രാഥമികമായിട്ട് പറയുന്ന കുട്ടികളിലുണ്ടാകുന്ന അത് വളർന്നു വരും തോറും ഇപ്പം കുട്ടികളിലാകുമ്പോൾ നമ്മളൊരു പക്ഷേ 4 വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണെങ്കിൽ നമ്മൾ കരുതും അവനത് അറിയില്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ പക്വതയില്ലാത്തതുകൊണ്ടാണ്, വിവേകമില്ലാത്തതുകൊണ്ടാണ് എന്ന് കരുതും. പക്ഷേ ഇതിന് ശേഷം ഈ ആൻറ്റി സോഷ്യൽ ബിഹേവിയർ എന്ന് പറയുന്നത് മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ഒരു ബയോഫിസിക്കൽ ചേഞ്ചാണ്, ഇത് രോഗാവസ്ഥയാണ്. ഈ അവസ്ഥ അപ്പോൾ ശരിയായിട്ടുള്ള ഇൻ്റർവെൻഷൻ, അതായത് മെഡിക്കൽ ഇൻ്റർവെൻഷൻ, സൈക്കോളജിക്കൽ ഇൻ്റർവെൻഷൻ, അതായത് മനഃശാസ്ത്രജ്ഞൻ്റെ സഹായം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇത് വീണ്ടും ഒരു വലുതായി കഴിയുമ്പോൾ സമൂഹത്തിന് തന്നെ വിപത്താവുന്ന ഒരു വ്യക്തിയായിട്ട് മാറിക്കഴിയും. അപ്പോൾ ഈ ആൻറ്റി സോഷ്യൽ ബിഹേവിയറിൽ വരുന്ന 1-2 കാര്യങ്ങൾ മാത്രമാണ് അഭിലാഷ് പറഞ്ഞതുപോലെ ട്രെയിനിൽ അവിടെ അശ്ലീലം എഴുതി വയ്ക്കുക, അല്ലെങ്കിൽ കാറിൻ്റെ സീറ്റ് വലിച്ചു കീറുക, അല്ലെങ്കിൽ മറ്റേ തിയേറ്ററിൽ അവിടെ ബബിൾ ഗം കൊണ്ടൊട്ടിക്കുക, ഇങ്ങനെയുള്ള സാധനങ്ങൾ. പക്ഷേ ഇതിനപ്പുറത്തേക്ക് ഇവരെ നയിക്കുന്ന ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ സ്വന്തം റൈറ്റ്സിനെ പറ്റിയും സ്വന്തം സുഖങ്ങളെ പറ്റി ഇവർ വളരെ ബോധ്യമുള്ളവരായിരിക്കും. ഇവർ സ്വന്തം ഇൻഡിപെൻഡൻ്റ് ആണെന്ന്, ഇവർ സമൂഹത്തിനോട് കടപ്പെട്ടിരിക്കുന്ന, അല്ലെങ്കിൽ സമൂഹത്തിന് ഒരു സോഷ്യൽ ആനിമൽ ആയിരിക്കേണ്ട അവസ്ഥ, ഒരു ആ അവസ്ഥയെപ്പറ്റി ഒന്നും ഇവരെ ഒട്ടും ബോധ്യമുള്ളവരോ അല്ലെങ്കിൽ അതിനോട് ഒരു പ്രതിപത്തി കാണിക്കുന്നവരോ ആയിരിക്കില്ല. അവർ സ്വന്തം സുഖത്തിന് വേണ്ടിയും സ്വന്തം ഇതിനു വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരവസ്ഥയിലേക്കായിരിക്കും ഇവരുടെ കാര്യങ്ങൾ നീങ്ങുക എന്ന് പറയുന്നത്. അപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ആൻറ്റി സോഷ്യൽ ബിഹേവിയർ ആയിട്ടുള്ള ആൾക്കാർ എന്തും ചെയ്തു കളയും. അതായത് സമൂഹത്തിലെ ലിഖിതമായിട്ടുള്ളതും അലിഖിതമായിട്ടുള്ള എല്ലാ നിയമവ്യവസ്ഥകളെയും പറ്റുമെങ്കിൽ വലിയ ബുദ്ധിമുട്ടുള്ളതായി ശിക്ഷിക്കപ്പെടില്ല എന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് സ്ത്രീകളുടെ അടുത്ത് പെരുമാറുന്നത്, ഈവൻ ബസ്സുകളിൽ പോകുമ്പോൾ സ്ത്രീകളുടെ അടുത്ത് പെരുമാറുന്നത്, അതൊന്ന്. അതുപോലെ തന്നെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ സോഷ്യൽ മീഡിയയ്ക്കകത്ത് നമുക്ക് കാണാം, അടുത്തിടെ കണ്ട ഒരു വീഡിയോ ആണ്. ഒരു കൊച്ചുകുട്ടി, 4 മാസം 5 മാസം ഉള്ളൊരു കുട്ടിയെ സ്റ്റിയറിംഗ് വീലിൽ വെച്ച് വണ്ടി ഓടിച്ചുകൊണ്ട് വളരെ സ്പീഡിൽ പോവുക. ഇതെന്ന് പറയുന്ന ഇവരുടെ വിവേകമില്ലായ്മയെക്കാട്ടിലും കൂടുതൽ ഇതൊരു മനോരോഗമാണ്, ആൻറ്റി സോഷ്യൽ ആയിട്ടുള്ള ഒരു ബിഹേവിയറാണ്. എല്ലാ നിയമസംഹിതകൾക്കും എതിരായിട്ട് ഇവർ പ്രവർത്തിക്കും. അതുപോലെ റോഡുകളിലെ റൂളുകൾ അല്ലെങ്കിൽ നിയമങ്ങൾ, റോഡിലെ നിയമങ്ങളല്ല, ഒരു രാജ്യത്തിൻ്റെ എല്ലാ നിയമങ്ങളും ഇവർ തെറ്റിക്കുക. സ്വന്തം ഇത് വരുമ്പോൾ ഇവരിതിനെപ്പറ്റി കൂടുതൽ റൈറ്റ്സിനെ പറ്റിയൊക്കെ ഒരുപാട് വാചാലന്മാരാവും. പക്ഷേ അത് സ്വന്തം അവനവനുള്ള നിയമങ്ങൾ തന്നെ, അല്ല അവനവനുള്ള റൈറ്റ്സ് തന്നെ ബാക്കിയുള്ളവർക്കുണ്ട് എന്നുള്ളവർ ഒരിക്കലും ചിന്തിക്കില്ല. തീർച്ചയായിട്ടും. അപ്പോൾ ഈ സാമൂഹ്യ തലത്തിൽ, അതായത് സമൂഹം ഇത്തരം ആൾക്കാരെ സൃഷ്ടിക്കുന്നതിൽ എത്രത്തോളം പങ്കുവയ്ക്കുന്നുണ്ട്? ഇപ്പോൾ നമുക്കറിയാം, പലപ്പോഴും ഒരു അല്ലെങ്കിൽ കുട്ടികളോ ഈവൻ മുതിർന്ന ആൾക്കാരോ ഇപ്പോൾ ഒരു തിയേറ്ററിൽ പോകുന്നു, സീറ്റ് കീറുന്നു, ഒരു ഫ്രണ്ട്സായിട്ടായിരിക്കും പോകുന്നു, ഒരാൾ ഇത് ചെയ്യുന്നു, ഇത് കണ്ടുകൊണ്ട് മറ്റൊരാൾ ഇത് ചെയ്യുന്നത് കുഴപ്പമില്ല എന്ന് കരുതി തൊട്ടടുത്ത ആളും ഇത് ചെയ്യുന്ന ഒരവസ്ഥ. പലപ്പോഴും ഇത് ഗ്രൂപ്പായിട്ട് ആൻറ്റി സോഷ്യൽ വർക്കിലേക്ക് അല്ലെങ്കിൽ ആൻറ്റി സോഷ്യൽ ബിഹേവിയറിലേക്ക് മാറാറുണ്ടോ? ഈ അവരുടെ സുഹൃത്ത് ബന്ധം ഈ ആൻറ്റി സോഷ്യൽ അല്ലെങ്കിൽ ആൻറ്റി സോഷ്യൽ ബിഹേവിയർ ഉണ്ടാക്കുന്നതിൽ എത്രത്തോളം പങ്ക് വഹിക്കുന്നുണ്ട്? പലപ്പോഴും ചിലർ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, മനോരോഗങ്ങൾ പകരുമോ എന്ന്. ശരിക്കും മനോരോഗങ്ങൾ ഒരു ഡിസീസ്, ഒരു മൈക്രോ ഓർഗാനിസം, ഇപ്പം പാരമീസിയം അല്ലെങ്കിൽ വൈറസ്, ബാക്ടീരിയ പോലുള്ള അത് പകരുന്ന പോലെ പകരുന്നില്ലെങ്കിലും ഈ ബിഹേവിയർ
അതായത് ഈ ഡീവിയേറ്റഡ് ബിഹേവിയർ ബാക്കിയുള്ളവരിലേക്ക് പകരാറുണ്ട്. ഒരു ഗ്രൂപ്പിനകത്തുള്ള ആൾക്കാർക്ക് ഒരേ രീതിയിലുള്ള ബിഹേവിയർ കാണാറുള്ളത് ഈ ഒരു കാര്യമാണ്. മനോരോഗം ഒരാൾക്ക് കാണിച്ചു കൊടുത്താൽ മനോരോഗം അല്ലെങ്കിൽ ഇപ്പോൾ ആൻറ്റി സോഷ്യൽ ബിഹേവിയറുള്ള ഒരു വ്യക്തിയാണ് ഇവരുടെ നേതാവെങ്കിൽ ഈ ഒരു ബിഹേവിയർ പാറ്റേൺ ബാക്കിയുള്ളവരിലേക്കും വരാൻ സാധ്യതയുണ്ട്. പിന്നീട് ഒരാൾ ഇപ്പോൾ സീറ്റ് കീറുന്നുണ്ടെങ്കിൽ മറ്റൊരാൾ ഇത് എതിർക്കില്ല. അതായത് ഇതിപ്പോൾ ചെയ്യുന്നത് നിങ്ങളത് മോശമാണ്, ഇത് പബ്ലിക്കിന് ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങളൊരു 100 രൂപ കൊടുത്തൊരു തിയേറ്ററിൽ പോകുന്നു, ആ തിയേറ്ററിനകത്ത് ഒരു 1000 രൂപയുടെ ഡാമേജ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നു. അപ്പോൾ ഇത് കൂടെയുള്ളവർ എതിർക്കാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ അത് എത്രത്തോളം എങ്ങനെയാണ് ഇത്തരം സിറ്റുവേഷനിൽ കടന്നു പോകുന്നത്? അല്ല, എതിർക്കാതിരിക്കാൻ പല കാര്യമുണ്ടാവും. അത് ഈ പറയുന്ന നമ്മുടെ ഇതിനകത്ത് വരുന്നതല്ല. എതിർക്കാതിരിക്കാൻ ഒരു പക്ഷേ അവർക്ക് ഈ വ്യക്തിയെ ഭയമാകാം, അല്ലെങ്കിൽ മറ്റുള്ള എന്തിനെങ്കിലും ഭയമാകാം. പിന്നെ ഈ വ്യക്തമായിട്ട് ഇതിനിടയ്ക്ക് പറയേണ്ട ഒരു സംഭവം, ആൻറ്റി സോഷ്യലായിട്ടുള്ള ആൾക്കാർ ഇപ്പം പ്രത്യേകിച്ച് നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ, അതിൽ പ്രത്യേകിച്ച് ഫേസ്ബുക്കിനകത്തൂടെയുള്ള ഇവരുടെ ഇടപെടൽ ശരിക്കും അലാമിങ് ആയിട്ടുള്ള ഭയപ്പെടുത്തേണ്ടതായിട്ടുള്ള ഒരവസ്ഥയിലേക്കാണ് നീങ്ങിയിരിക്കുന്നത്. അതിൽ ഒന്നാണ് ഈ പറയുന്ന തെറ്റായിട്ടുള്ള വ്യാജ സന്ദേശങ്ങൾ, മെസ്സേജുകൾ, അതുപോലെ തന്നെ ഫോട്ടോയ്ക്കകത്ത് അല്ലെങ്കിൽ ഫോട്ടോഷോപ്പിനകത്ത് ചെയ്ത് എന്തെങ്കിലും വ്യാജ സന്ദേശങ്ങൾ, പിന്നെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ഇപ്പം ഇമെയിൽ ഹോക്സ് എന്ന് പറയുന്ന ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള തെറ്റായ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചു വിടുക. ഓക്കെ, ബാത്റൂമിൽ ഇന്ന തരത്തിലുള്ള ജീവിയെ കണ്ടു, അല്ലെന്നുണ്ടെങ്കിൽ തീർത്തും അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങൾ, HIV എയ്ഡ്സിൻ്റെ വൈറസ് ഏതോ പെപ്സിയുടെ ടാങ്കിൽ കൊണ്ട് നിക്ഷേപിച്ചു, ഇങ്ങനെയുള്ള തീർത്തും അബദ്ധജടിലമായിട്ടുള്ള സാധനങ്ങൾ. ഒരു പക്ഷേ ഇത് ചെയ്യുന്ന ആൾക്കും വളരെ വ്യക്തമായിട്ട് ധാരണയുണ്ട് ഇത് ചെയ്യുന്നത് തെറ്റാണ്, അല്ലെ ഈ ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് തെറ്റാണെന്ന് ഇവർക്ക് ബോധ്യം ഉണ്ടാവും. പക്ഷേ ഇവർ അറിഞ്ഞുകൊണ്ട് തന്നെ സമൂഹത്തിൽ പരിഭ്രാന്തി സൃഷ്ടിക്കും. ഇതൊരു ആൻറ്റി സോഷ്യൽ ബിഹേവിയറാണ് ശരിക്കും. തീർച്ചയായിട്ടും. അല്ലെങ്കിൽ തിരിച്ചു വരാൻ ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരിച്ചു വരാം. ഹലോ ഡോക്ടറിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് മാനസിക രോഗവും സാമൂഹിക പ്രശ്നങ്ങളും എന്നുള്ളൊരു വിഷയമാണ്. ഡോക്ടർ റോബിൻ മാത്യു ആണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. സർ, നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ നമ്മൾ പറഞ്ഞു നമ്മുടെ പല സ്ഥലത്ത് പോയിട്ട് നമ്മളൊരു തിയേറ്ററിൽ ഇരുന്നിട്ട് സീറ്റ് കീറുന്നതിൻ്റെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ ചില ആൾക്കാർക്കുണ്ട് സംശയം, എന്ത് ചെയ്തു കഴിഞ്ഞാലും സംശയ രോഗമുണ്ടാകുന്നത്. ഇപ്പോൾ അടുത്ത സുഹൃത്തുക്കൾ ഉൾപ്പെടെ അദ്ദേഹം ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് സംശയത്തോടു കൂടി മാത്രമേ നോക്കിക്കാണുന്ന ഒരാൾക്കാരാണ്. അതുപോലെ തന്നെ വീട്ടിൽ തന്നെ ഭാര്യയുടെ മൊബൈൽ ഫോൺ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് ഭാര്യ ഉറങ്ങിയതിന് ശേഷം വീണ്ടും വീണ്ടും ചെക്ക് ചെയ്യുന്ന ഭർത്താക്കന്മാരുണ്ട്, തിരിച്ചുമുണ്ട്. അപ്പോൾ ഇത്തരം മനോരോഗങ്ങൾ സൃഷ്ടിക്കുന്നതിൽ സമൂഹത്തിന് എത്രത്തോളം പങ്കുണ്ട്? നമുക്കറിയാം, ഇപ്പോൾ പോകുമ്പോൾ തൊട്ടടുത്തുള്ള വീട്ടുകാർ പറയും, നിങ്ങളുടെ വീട്ടിലൊരു പുരുഷൻ വരുന്നതെന്ന് കണ്ടു, വെറുതെ ഒന്ന് ഇട്ട് കൊടുക്കുന്ന രീതിയിൽ തന്നെ പറയും, എന്താണ് ഈ ഇടയ്ക്ക് വരാൻ കാര്യം എന്നുള്ള ഒരു ചോദ്യമായിരിക്കാം ഒരു പക്ഷേ ഈ ഭർത്താവ് വരുമ്പോൾ ഉന്നയിക്കപ്പെടുന്നത്. അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ട് കാത്തു നിന്ന് പറയുന്നവരെ വരെ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ ഈ സമൂഹം ഒരു വ്യക്തിയെ സംശയരോഗിയാക്കുന്നതിൽ എത്രത്തോളം പങ്കുവഹിക്കുന്നുണ്ട്? അതായത് ഈ സംശയരോഗം എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, അർത്ഥത്തിലൊരു ചുരുങ്ങിയൊരു വാക്കായിപ്പോയി. അതിൻ്റെ ശരിക്കുള്ള നമ്മൾ പേഴ്സണാലിറ്റി ഡിസോർഡറിൽ പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന ഒരു മനോരോഗമാണ് പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ. അത് എന്ന് പറയുന്നത് സംശയം ഒരു വ്യക്തിയെ സംശയിക്കുകയോ അല്ലെ ഭാര്യ ഭർത്താവിനെ സംശയിക്കുകയോ ഭർത്താവ് ഭാര്യയെ സംശയിക്കുകയോ അങ്ങനെയുള്ളൊരു ചുരുങ്ങിയ മേഖലയിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. സംശയരോഗം ഉണ്ടാക്കാൻ സമൂഹത്തിലുള്ള ഘടകം എന്ന് പറയുന്നത് ഇതിനൊരു ശരിക്കും ഒരു മനോരോഗത്തിന് നമ്മുടെ ഉള്ളിലുള്ള ഹെറിഡിറ്ററി ഫാക്ടർ, അത് പാരമ്പര്യമായിട്ടുള്ള ഘടകങ്ങൾ, അതുപോലെ തന്നെ മറ്റു പല ഘടകങ്ങൾ, അതായത് ഫിസിക്കലായിട്ടുള്ള കുറേ ഘടകങ്ങൾ അതിൻ്റെ ഏറ്റവും അനുയോജ്യമായ സന്ദർഭത്തിൽ പുറത്തേക്ക് വരും. അപ്പോൾ ഉറങ്ങിക്കിടന്നിരുന്ന നമ്മളിലെ സംശയരോഗത്തിൻ്റേതായിട്ടുള്ള വിത്തുകൾ ഏറ്റവും അനുയോജ്യമായ സമയത്ത് പുറത്തു വരും. അപ്പം ഈ പാരനോയിഡ് പേഴ്സണാലിറ്റി സംശയരോഗത്തിൻ്റേതായിട്ടുള്ള ലക്ഷണങ്ങൾ ഉള്ളിലുള്ള ഒരാൾക്ക് ഇതുപോലൊരു അവസ്ഥ നല്ലൊരു വളക്കൂറുള്ള മണ്ണാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സൈക്കോളജിക്കലായിട്ടുള്ള പാരനോയിഡ് പേഴ്സണാലിറ്റി, ഇപ്പോൾ അതായത് സൈക്കാട്രിക് ലെവലിലേക്ക് പോവാതെ സൈക്കോളജിക്കലായിട്ടുള്ള പാരനോയിഡ് പേഴ്സണാലിറ്റി ഉണ്ടാകാൻ ഇതുപോലുള്ള ആൾക്കാർ നമ്മുടെ പൊതുജനം വളരെ സഹായകരമായിട്ട് പ്രവർത്തിക്കാറുണ്ട്. കാരണം ഇതുപോലെ ആൻറ്റി സോഷ്യൽ ബിഹേവിയറാണ്. ഒരു കുടുംബത്തിൽ വിള്ളൽ ഉണ്ടാക്കുക, അതോ അറിഞ്ഞുകൊണ്ട് വിള്ളൽ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ആൻറ്റി സോഷ്യലാണ്. സമൂഹത്തിനെതിരായിട്ട് നിൽക്കുന്ന ഒരു രോഗം തന്നെയാണ്, രോഗാവസ്ഥ തന്നെയാണ്. അപ്പോൾ ഈ പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് ഒരു സമൂഹത്തിനെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ഈ വ്യക്തി ഒരു കുടുംബത്തിലായാലും അല്ലെങ്കിൽ ഒരു ജോലി സ്ഥലത്ത്, ഒരു ഓഫീസിലോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലോ എവിടെയായാലും ഈ ഒരു പാരനോയിഡ് പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാർ സ്വന്തം നിഴലിനോട് അവർ യുക്തം ചെയ്യുന്നതെന്നാണ് പറയുന്നത്. കാരണം എല്ലാ മേഖലയിലും ഇവർക്ക് സംശയമാണ്, ഓരോന്നിനെയും സംശയമാണ്. ഇവർ ഹൈപ്പർ വിജിലൻ്റ് ആയിരിക്കും, അതായത് വളരെ കീനായിട്ട് ഇവർ ഓരോ കാര്യങ്ങളും ഒബ്സർവ് ചെയ്യും.
ആ ഒബ്സർവ് ചെയ്തിട്ട് തനിക്കെതിരെയുള്ള എന്തെങ്കിലും തെറ്റായിട്ടുള്ള, തന്നെ ദ്രോഹിക്കാൻ പറ്റുന്ന തനിക്കെതിരെയായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് ഇപ്പോൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർ വളരെ ഒബ്സർവ് ചെയ്ത് പറയുന്ന കാര്യങ്ങൾ പലരും ഞെട്ടിക്കാറുണ്ട്. പിന്നെ ഇവരുടെ മനസ്സിൽ ചില ആശയങ്ങൾ കാണും. ബാക്കിയുള്ള പലരും എന്നെ പോയിസൺ ചെയ്യാൻ ശ്രമിക്കുന്നു, ഫിസിക്കലി പോയിസൺ ചെയ്യാൻ ശ്രമിക്കുന്നു, എൻ്റെ മനസ്സ് മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നു. അല്ലെ എനിക്ക് ഇപ്പം ഒരു കുടുംബത്തിലാണെങ്കിൽ എൻ്റെ മകൻ്റെ ഭാര്യ എനിക്കെതിരെ തിരിക്കുന്നു, അല്ലെങ്കിൽ ഭർത്താവിനെതിരെ തിരിക്കുന്നു, എൻ്റെ ഭർത്താവിനെ കൊണ്ടുപോകാൻ നോക്കുന്നു, എൻ്റെ ഭാര്യയെ കൊണ്ടുപോകാൻ നോക്കുന്നു, അതിന് കൈവശം കൊടുക്കുന്നു. ഇങ്ങനെയുള്ള തിയറീസൊക്കെ ഇവരുടെ മനസ്സിൽ രൂപപ്പെട്ടു വരും. അവരത് പറയുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്നത് ഏറ്റവും കൺവിൻസിങ് ആയിട്ടുള്ള രീതിയിലായിരിക്കും. തീർച്ചയായിട്ടും കേട്ടിരിക്കുന്ന ആൾ നമ്മുടെ മുമ്പിൽ നടന്ന ആളെ പോലും ഇവരുടെ സംസാരം കേട്ട് നമ്മളെ തന്നെ സംശയിക്കാൻ തുടങ്ങുന്ന രീതിയിൽ. തീർച്ചയായിട്ടും ഒരു കോൾ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഹലോ ഡോക്ടർ, നമ്മോടൊപ്പം ഉണ്ടല്ലോ, സംശയം ചോദിച്ചോളൂ സാർ, പറയൂ. എനിക്ക് സൈക്കാട്രി ചികിത്സയ്ക്ക് വിധേയനായിട്ട് 24 വർഷമായിട്ട് മരുന്ന് കഴിച്ച് ജീവിക്കുന്ന വ്യക്തിയാണ്. ഓക്കെ, ഇപ്പോൾ എന്തായിരുന്നു അസുഖം? എന്തസുഖമാണ്? സൈക്കാട്രി ചികിത്സയ്ക്ക് വിധേയനാണ്. അതെ, സൈക്കാട്രിക് എന്ന് പറയുമ്പോൾ ഒരു പൊതുവെ ഇങ്ങനെ മേഖലയാണ്. കഴിക്കുന്ന മരുന്ന് ട്രൈഫ്ലൂറോപറാസിനും റിസ്പിഡോനൊക്കെ കഴിച്ചിരുന്നത്. എന്തായിരുന്നു അസ്വസ്ഥത? എന്തായിരുന്നു അസ്വസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തങ്ങനെ ഇറങ്ങാതെ സ്വസ്ഥമായിട്ട് ഒതുങ്ങി വീട്ടിൽ ജീവിക്കുക. ഓക്കെ. ഇപ്പോൾ ഇതിന് പുറമെ സൈക്കാട്രി ചികിത്സ, ഡോക്ടറെ സീരിയസ് ചികിത്സയിലാണ് എറണാകുളത്ത്. നേരിട്ട് ഡോക്ടറെ ചികിത്സയ്ക്ക് പുറമെ അനാവശ്യമായിട്ട് ചുറ്റുപാട് ആളുകൾ വീടുകളിൽ ഇരുന്ന് വ്യക്തി വാച്ച് ചെയ്ത് നിരീക്ഷിച്ച് ട്രീറ്റ് ചെയ്യുന്ന മെസ്മറിസം എന്ന രീതി ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. എനിക്കത് തിരിഞ്ഞില്ല, ഒന്നുകൂടെ പറയുമോ? മെസ്മറിസം എന്ന രീതി ഉപയോഗിച്ച് വ്യക്തിയും അടുത്ത വീടുകളിൽ നിന്ന് വ്യക്തിയുടെ മൈൻഡ് റീഡ് ചെയ്യുക. അതെ. എന്നിട്ട് ട്രീറ്റ് ചെയ്യുന്ന മെസ്മറിസം എന്ന രീതി ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. മെസ്മറിസം എന്ന ട്രീറ്റിങ്ങിന് നിയമപരമായ അംഗീകാരം ഉണ്ടോ, അത് തെറ്റല്ലേ അറിയാനാണ് ചോദിക്കുന്നത്. നിങ്ങൾ പറഞ്ഞു വന്നത് നിങ്ങൾ മെസ്മറിസം എന്ന ചികിത്സയ്ക്ക് വിധേയനായി എന്നാണോ പറയുന്നത്, അതോ മെസ്മറിസം എന്ന ചികിത്സ നിങ്ങളിൽ മറ്റാരും ഉപയോഗിക്കുന്നുണ്ടെന്നാണോ? എന്താണ് നിങ്ങൾ? മറ്റാൾ ഉപയോഗിക്കുന്നുണ്ട്, സഹോദരൻ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് കേട്ടെടുത്തോളം ഇത് നിങ്ങളുടെ അവസ്ഥയിൽ ഇത് തോന്നുന്നത് വളരെ സ്വാഭാവികമാണ്. കാരണം മെസ്മറിസം എന്ന ഇതുകൊണ്ട് ഇത് നൂറ്റാണ്ടുകൾ അല്ലെ വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു ആൻറ്റൺ മെസ്മർ എന്ന് പറഞ്ഞ ഒരു ചികിത്സകൻ ഉണ്ടാക്കിയെടുത്തൊരു ഹിപ്നോട്ടിസത്തിൻ്റെ ആദ്യത്തെ പടിയാണ് മെസ്മറിസം എന്ന് പറയുന്നത്. അതുപയോഗിച്ച് നമ്മളുടെ മനസ്സിലുള്ള സാധനങ്ങളൊന്നും പുറത്തെടുക്കാൻ പറ്റില്ല. അത് തെറ്റായ ഒരു ധാരണ മാത്രമാണ്. നമ്മുടെ മൈൻഡിൽ ആലോചിക്കുന്ന ചിന്തിക്കുന്നതുമായ കാര്യങ്ങൾ മാജീഷ്യന്മാർ മുതുകാടൊക്കെ റീഡ് ചെയ്യുന്ന പോലെ റീഡ് ചെയ്യാൻ പറ്റുമെന്നാണ് ഇത് മനസ്സിലാക്കിയിരിക്കുന്നത്. മജീഷ്യൻസ് ഉപയോഗിക്കുന്ന ടെക്നിക്സ് അത് വേറെയാണ്. അത് മൈൻഡ് റീഡിങ് എന്ന് പറയുന്നത് അവരുപയോഗിക്കുന്ന ടെക്നിക്സ് അത് മൈൻഡ് ഡിസെപ്ഷനാണ്. അത് ആ ടെക്നിക്കിനെ പറ്റി നമുക്കിവിടെ പറയേണ്ട ഒരു ഇതില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ ടെക്നിക്കല്ല. മെസ്മറിസം എന്ന് പറയുന്ന ഒരു സ്റ്റേജ് മാജിക്ക്, അതുപോലെ തന്നെ അത് അവർ തന്നെ പറയുന്നുണ്ട്, എല്ലാ മജീഷ്യൻസും പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ മറ്റുള്ള അതീന്ദ്രിയ ശക്തികൾ കൊണ്ടൊന്നുമല്ല, ഞങ്ങൾ ഇത് ചെയ്യുന്നത് വെറും തട്ടിപ്പാണ്, ഇതൊരു തരം ഇല്യൂഷനാണ്. അത് ഇല്യൂഷൻ എന്ന് പറഞ്ഞാൽ തോന്നൽ മാത്രമാണ്. നമ്മുടെ മനസ്സിലുള്ള ചിന്തകൾ നമ്മൾ പുറത്ത് പറയാതെ ആർക്കും മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇതൊരു ശരിയല്ലെന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം ഈ മൈൻഡ് റീഡ് ചെയ്യുന്ന വ്യക്തികൾ ചർച്ച ചെയ്യണമെന്നും അവര് വ്യാഖ്യാനിക്കണമെന്നൊക്കെ എനിക്കും ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ചുറ്റുപാട് ആളുകൾ ഇതേപോലെ റീഡ് ചെയ്യാൻ അവർ പരിശീലിപ്പിച്ചു കൊടുത്തിരിക്കുക. ഓക്കെ. അത് അതിനെതിരെ പ്രതികരിച്ച് ബഹളം വയ്ക്കുമ്പോൾ ഹോസ്പിറ്റലൈസ് ചെയ്യുക, കെട്ടിട്ട് ഇടിക്കുകയും ചെയ്തിട്ട് റോക്കൊക്കെ ചെയ്യുക. അതാണ് നടക്കണേ. അപ്പോ ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ താങ്കൾ ഉപദ്രവിക്കപ്പെടുകയാണോ ചെയ്യുന്നത്? ഉപദ്രവിക്കപ്പെടല്ല, നമുക്ക് സ്വകാര്യത നഷ്ടപ്പെടുന്നു. സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റില്ല. സ്വകാര്യത എല്ലാവരും ബാത്റൂമിലും സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റില്ല. അങ്ങനെ സ്വകാര്യത നഷ്ടപ്പെടുക. ഓക്കെ. സുഹൃത്തൊരു കാര്യം ചെയ്യൂ. അതായത് ഇത് പാരനോയിക് പേഴ്സണാലിറ്റി, പാരനോയിക് സ്കിസോഫ്രീനിയ എന്ന് പറഞ്ഞ രോഗത്തിൻ്റെ ഒരു അവസ്ഥയിലാണ് ഇത് ഇപ്രകാരമുള്ള തോന്നലുണ്ടാവുക എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു അവസ്ഥയാണ്. അത് നമ്മളുടെ ആരുടെയും കുറ്റങ്ങളുണ്ടാകുന്നതല്ല. ഞാൻ മുമ്പ് ഈ പ്രോഗ്രാമിൻ്റെ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന ഒരു ചേഞ്ചാണ്, കെമിക്കൽ ചേഞ്ചായിട്ട് മാത്രം കരുതുക, രാസവസ്തുക്കളുടെ ചേഞ്ചായിട്ട് മാത്രം കരുതുക. അപ്പോൾ ഇത് എന്ന് പറയുന്നത് സുഹൃത്തിൻ്റെ വെറും തോന്നലുകൾ തന്നെയാണ് എന്ന് എനിക്ക് 100% ഉറപ്പിച്ച് പറയാൻ സാധിക്കും. പക്ഷേ നമ്മളുടെ രോഗാവസ്ഥ എന്നുകൊണ്ട് നമുക്ക് ആ തോന്നലായിട്ട് തോന്നില്ല. ഓക്കെ. അത് എന്താ പറയുന്നത്, നമ്മുടെ വയറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണം വേണ്ടാന്ന് തോന്നും. ഇപ്പോൾ ദിവസങ്ങളോളം ചിലപ്പം വേണ്ടാന്ന് തോന്നും. അപ്പോൾ ആക്ച്വലി നമുക്ക് വിശക്കുന്നുണ്ട്. പക്ഷേ ഇത് നമ്മുടെ മാത്രം ഒരു ഫീലിംഗ് ആണ്. കാരണം നമ്മുടെ വയറിന് ഇതുള്ളത് ബാക്കിയുള്ളവർക്ക് കാണാൻ പറ്റില്ല. ഇതുപോലെ തന്നെ ഇങ്ങനൊരു അവസ്ഥ ബ്രെയിനിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ
നമുക്കിത് തോന്നും, ഇല്ലാത്തത് കാണണ്ടവും, അത് നമ്മുടെ മനസ്സ് ബാക്കിയുള്ളവർ റീഡ് ചെയ്യുന്നു എന്ന് മാത്രമല്ല, നമുക്ക് കാണാൻ പറ്റാത്ത പല സാധനങ്ങളും കാണുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാവും. ഇതൊരു രോഗാവസ്ഥയാണ്. ഇങ്ങനെ മെസ്മറിസം വഴിയൊന്നും ആരും ഉണ്ടാവില്ല. താങ്കൾ ഇത് ചികിത്സിക്കുന്ന ഡോക്ടറോട് തന്നെ ഇക്കാര്യങ്ങൾ പറയുകയും അദ്ദേഹവുമായിട്ട് ചർച്ച ചെയ്യുകയും ചെയ്യേണ്ടതാണ്. ഓക്കെ, സാറിൻ്റെ സംശയം മാറിക്കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിളിച്ചതിന് നന്ദി. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരിച്ചു വരാം. ഹലോക്ലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ബിഹേവിയർ സൈക്കോളജിയെക്കുറിച്ചാണ്. മനോരോഗങ്ങളും സാമൂഹിക പ്രശ്നങ്ങളും എന്നുള്ള വിഷയത്തെക്കുറിച്ച് ഡോക്ടർ റോബിൻ മാത്യു ആണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. സാർ നേരത്തെ പറഞ്ഞതുപോലെ ഈ സംശയരോഗത്തെക്കുറിച്ച് പറഞ്ഞു. ഈ സംശയരോഗം ഏതറ്റം വരെ പോകും? പലപ്പോഴും ഒരാളെ കൊലപ്പെടുത്തേണ്ട സിറ്റുവേഷൻസ് വരെ ഈ സംശയരോഗം ഉണ്ടാക്കിപ്പിക്കും. പാരനോയിക് പേഴ്സണാലിറ്റി ഡിസോർഡറും പാരനോയിക് സ്കീസോഫ്രീനിയ എന്ന് പറഞ്ഞ രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. പാരനോയിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞാൽ താരതമ്യേന ഗുരുത്വം കുറഞ്ഞ, ചികിത്സിക്കാൻ കുറച്ചും കൂടി എളുപ്പമായിട്ടുള്ള, ചികിത്സിക്കാൻ എളുപ്പം എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം, പാരനോയിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ചികിത്സിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള മനോരോഗങ്ങളിൽ, അതായത് ലഘു മനോരോഗങ്ങളിൽ ഒന്നാണ്. കാരണം ഇവരെല്ലാവരെയും സംശയമായിട്ടാണ് കാണുന്നത്. ഇവർക്ക് കൊടുക്കുന്ന മരുന്നുകളോ ഇവർക്ക് കൊടുക്കുന്ന ഭക്ഷണങ്ങളോ അതിലെല്ലാം ആൾക്കാർ തനിക്കെതിരെ പോയിസൺ ചെയ്യും എന്നുള്ള ചിന്ത ഇവർക്കുണ്ടാവും. അതുകൊണ്ട് ഇവരുടെ കൂടെ ജോലി ചെയ്യുന്നവരോ ഇവരുടെ കൂടെ താമസിക്കുന്നവരോ, ഫ്രണ്ട്സ് ആകാം അല്ലെ ഫാമിലി മെമ്പേഴ്സ് ആകാം, ഇവർക്കൊക്കെ ജീവിതം വളരെ ദുഷ്കരമായിരിക്കും. ഒരു സമൂഹത്തിൻ്റെ, ഒരു കുടുംബത്തിൻ്റെ ജീവിതം ദുഷ്കരമാക്കാൻ ഇതുപോലെ ഒരു രോഗാവസ്ഥ മതി. ഓക്കെ, ആ രോഗത്തെ തിരിച്ചറിയാൻ പറ്റിയാലും ഇൻസൈറ്റ്, അതായത് അവനവന് തന്നെ രോഗമുണ്ട് എന്നുള്ള തോന്നൽ ഈ വ്യക്തികൾക്കുണ്ടാവാത്തത് കൊണ്ട് ചികിത്സ വളരെ ദുഷ്കരമാണ്. അഥവാ ഇനി ചികിത്സിക്കാൻ ഡോക്ടറെ അടുത്തേക്ക് എന്തെങ്കിലും പറഞ്ഞെത്തിയാൽ തന്നെ ഡോക്ടർ പതുക്കെ ശത്രുവാകും. ഇതാണ് സാധാരണ സംഭവിക്കുന്നത്. പിന്നെ ചോദിച്ചാൽ ഒരു ബാക്കിയുള്ളവരെ അപായപ്പെടുത്തുന്ന ഒരു രീതിയിലേക്ക് എത്തുന്നു. തീർച്ചയായിട്ടും അത് പാരനോയിക് പേഴ്സണാലിറ്റി അല്ല, പാരനോയിക് സ്കീസോഫ്രീനിയ എന്ന് പറഞ്ഞ അവസ്ഥയിൽ വഴിയിലിരിക്കുന്ന, ഇപ്പോൾ ഒരു US ഒരു സംഭവം റിപ്പോർട്ട് ചെയ്ത് വഴിയിൽ നിന്ന രണ്ട് വ്യക്തികളെ വെറുതെ അതിലെ പോയ ഒരു വ്യക്തി അടിച്ച് താഴെ ഇട്ടു. അപ്പോൾ പോലീസ് വന്നെല്ലാം ഇയാളെ അറസ്റ്റ് ചെയ്ത് പോയി ചോദ്യം ചെയ്തപ്പോഴാണ് അയാൾ പറഞ്ഞത്, മുകളിൽ കൂടെ പോകുന്ന ലൈൻ കമ്പിയിലൂടെ അല്ലോ ടെലിഫോൺ കേബിളിലൂടെ എന്തോ തൻ്റെ മനസ്സിലുള്ള ചിന്തയും കാര്യങ്ങളും തൻ്റെ അതായത് എക്സ്റ്റേണൽ ഇയാൾക്ക് മുമ്പുണ്ടായിരുന്ന ബന്ധത്തെ പറ്റിയൊക്കെ ഇവർ പിടിച്ചെടുത്ത് ഇവർ റിപ്പോർട്ട് ചെയ്യാൻ പോകുമായിരുന്നു. അതുകൊണ്ട് അവരെ തള്ളി താഴെയിട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള ചില ഡില്യൂഷൻസ്, അതിനപ്പുറം ഹാലൂസിനേഷൻസ്, മിഥ്യാഭ്രമങ്ങൾ, മിഥ്യാദർശനങ്ങൾ, ശ്രവണങ്ങൾ, ഇതൊക്കെ ഇവർക്ക് കാണാൻ തുടങ്ങും. അത് ഏറ്റവും അങ്ങേറ്റത്തെ കേസുകളാണ് ഞാൻ പറയുന്നത്. സ്കീസോഫ്രീനിയ കേസിലാണ് പറയുന്നത്. ഇവരുടെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഇവരിൽ നിന്ന് കാര്യങ്ങൾ ബാക്കിയുള്ളവർ ചോർത്തിയെടുക്കുന്നു. അതുപോലെ നോർമലി സംഭവിക്കുന്ന ഒന്നും ഒരു നോർമലാണെന്ന് ഇവർ കരുതില്ല. ഫോർ എക്സാമ്പിൾ, വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ വണ്ടി നിന്നുപോയി. വണ്ടി ഇടയ്ക്ക് നിന്ന് പോകാൻ 100 കൂട്ടം കാരണങ്ങൾ ഉണ്ടെങ്കിലും ഒരിക്കലും ഇന്നൊരു മെക്കാനിക്കൽ കംപ്ലൈൻറ്റ് ആകാം എന്ന് ചിന്തിക്കുന്നതിന് പകരം മറ്റാരോ ഇതിനകത്ത് ഇവരെ അപായപ്പെടുത്താൻ ചെയ്തു വെച്ചു എന്ന് മാത്രമേ ഇവർ ചിന്തിക്കുകയുള്ളൂ. അങ്ങനെ സമസ്ത മേഖലകളിലും ഇങ്ങനെ കൂടെയുള്ളവരെയും കുടുംബക്കാരെയും സമൂഹത്തെയും സംശയിക്കുന്ന ഒരവസ്ഥയിലായിരിക്കും ഈ വ്യക്തിക്ക് ചുറ്റുമുള്ള ആൾക്കാരുടെ ജീവിതമാണ് ശരിക്കും നരകമാകുന്നത്. തീർച്ചയായിട്ടും ഇതിനൊക്കെ നമുക്ക് യഥാർത്ഥത്തിൽ ചികിത്സ ഉണ്ടോ? യഥാർത്ഥത്തിൽ നമുക്ക് ഇത്തരം പ്രശ്നങ്ങളെ പലപ്പോഴും ഇത്തരം ഒരു സംശയരോഗമുള്ള ആൾക്കാരെ നമ്മൾ ഒറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ അവരെ നമ്മൾ മാറ്റി നിർത്തുകയൊക്കെയാണ് ചെയ്യുന്നത് സമൂഹത്തിൽ നിന്ന്. അപ്പോൾ ഇതിനൊക്കെ യഥാർത്ഥത്തിൽ നമുക്ക് ഒരു വ്യക്തമായിട്ടുള്ള ചികിത്സ നമുക്ക് ലഭ്യമാണോ സൈക്കോളജിക്കലായിട്ട്? ഇതിന് പലതരത്തിലുള്ള ചികിത്സയുണ്ട്. ഇൻഡിവിജ്വൽ തെറാപ്പി, ഗ്രൂപ്പ് തെറാപ്പി, ഫാമിലി തെറാപ്പി, മൈലു തെറാപ്പി എന്നൊക്കെ പറഞ്ഞ് പലതരം തെറാപ്പികളുണ്ട്. പിന്നെ ചില മേഖല, ഇപ്പം കൗൺസിലിംഗ് പോലുള്ളതൊന്നും പാരനോയിക് പേഴ്സണാലിറ്റിയിൽ പലപ്പോഴും ഫലപ്രദമല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇൻസൈറ്റ്, അതായത് അവനവന് പ്രശ്നമുണ്ട് എന്ന് തോന്നുകയും അത് റെക്ടിഫൈ മാറണം എന്ന് തോന്നുന്ന ഒരാൾക്ക് മാത്രമേ ഈ പറയുന്ന കൗൺസിലിംഗ്, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി ഇതുകൊണ്ടൊക്കെ പ്രയോജനമുള്ളൂ. അല്ലാത്ത അവസ്ഥകളിലൊക്കെ ഈ പറയുന്ന പോലെ മെഡിക്കേഷൻ, അതായത് മരുന്ന് കൊടുത്തിട്ടുള്ള ചികിത്സയിലേക്ക് കാര്യങ്ങൾ എത്തിക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം സമൂഹത്തിൽ ഒരുപാട് പേര് നമുക്ക് മാനസിക രോഗങ്ങളുമായിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. എന്താണ് ഡോക്ടർക്ക് സമൂഹത്തിന് കൊടുക്കേണ്ട നിർദ്ദേശം? സമൂഹത്തിന് കൊടുക്കേണ്ട, ആദ്യം തന്നെ ഞാൻ പറഞ്ഞതുപോലെ, ഇതൊരു ബയോഫിസിക്കലായിട്ടുള്ള, അതായത് ഒരു ആബ്സ്ട്രാക്റ്റ് ലെവലിൽ നിന്ന്, അതായത് തത്വശാസ്ത്രപരമായിട്ടോ ആത്മീയമായിട്ടോ ദൈവികമായിട്ടോ അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറലായിട്ടുള്ള ശക്തിയുടെ ഇടപെടൽ കൊണ്ടോ
ഒന്നും സംഭവിക്കുന്ന ഒരു രോഗമല്ല. ഇപ്പോൾ എൻ്റെ കൈയുടെ ഒരു വശം തളർന്നു പോയെങ്കിൽ ഞാൻ ആദ്യം ഈ കൈ തളർന്നു പോകാൻ എന്തെങ്കിലും ഫിസിക്കൽ റീസൺ ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസത്തോടെ ഞാൻ ഡോക്ടറെ പോയി കാണുകയാണ് ചെയ്യുന്നത്. അതിന് പകരം മറ്റെന്തിൻ്റെയോ ശക്തിയുടെ കോപം കൊണ്ടാണ് എന്ന് ഞാൻ കരുതിയാൽ എന്ത് ചെയ്യും? ആ കോപത്തെ ഇല്ലാതാക്കാനല്ലേ ഞാൻ നോക്കുന്നത്. സെയിം വേ എൻ്റെ ശരീരത്തിൽ സംഭവിച്ച എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസ്, തൈറോയിഡിൻ്റെയോ അല്ലെങ്കിൽ അഡ്രിനാലിൻ്റെയോ മറ്റെന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസോ അല്ലെങ്കിൽ കെമിക്കൽ ചേഞ്ചസ്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ കെമിക്കൽ ചേഞ്ച് കൊണ്ട് ഉണ്ടാകുന്ന, അതായത് തികച്ചും ഫിസിക്കലായിട്ടുള്ള ചേഞ്ച് കൊണ്ടാണ് എനിക്ക് രോഗം ഉണ്ടായത്. അത് മാറ്റിയാൽ ഞാൻ പൂർണ്ണ ആരോഗ്യവാനാകും, എനിക്ക് ബാക്കിയുള്ളവരെ തന്നെ നോർമൽ ലൈഫ് നയിക്കാൻ പറ്റും എന്ന് അവനവനെ പറ്റിയും സമൂഹത്തെ പറ്റിയും അങ്ങോട്ടും ഇങ്ങോട്ടും കരുതിയാൽ മാത്രമേ നമ്മുടെ മാനസികാരോഗ്യ മേഖല നന്നാവുള്ളൂ. തീർച്ചയായിട്ടും ഡോക്ടർ തിരക്കേറിയ സമയം പീപ്പിൾ ടിവിയോട് സഹകരിക്കുകയും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് മനോരോഗങ്ങളും സാമൂഹിക പ്രശ്നങ്ങളും എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ച് വളരെ ലളിതമായി തന്നെ പറഞ്ഞു തന്നില്ല. ഇനി ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശവും ഞങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. അറിയിക്കേണ്ട വിലാസം: ഹലോ ഡോക്ടർ, പീപ്പിൾ, മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, കൈലി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം 34. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം hello doctor@peopletv.in എന്ന വിലാസത്തിലും. പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.